നികുതി തീവ്രവാദം ആളെ കൊല്ലുമ്പോൾ ടാക്സ് ടെററിസം റോയ് സിജയുടെ ജീവൻ എടുത്തത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ തലവന്റെ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ബിസിനസ്സുകാരിൽ ഒരാളുടെ ജീവൻ എടുത്തത് ആ ടാക്സ് ടെററിസം ആണ് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടക്കുന്നു. ആദായ നികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു ബാംഗ്ലൂർ പോലീസ്. കൂടുതൽ നടപടികളുമായി മുമ്പോട്ട് പോകും. സ്വയം ഇല്ലാതാകുന്നത് ഒന്നിനും പരിഹാരമല്ല. നമ്മൾ സ്ട്രോങ് ആയി നിന്ന് ഫൈറ്റ് ചെയ്യണം. പക്ഷെ മനസ്സ് മടുപ്പിക്കുന്ന ആ ഒരു നിമിഷത്തിൽ, ഒരുപക്ഷെ ആരെയും വിളിക്കാൻ പറ്റാത്ത, ആശ്രയമില്ലാത്ത നിമിഷത്തിൽ, എല്ലാം തീർന്നു പോകട്ടെ എന്ന് തോന്നുന്ന നിമിഷത്തിലായിരിക്കണം 9,000 കോടിയോളം ഇദ്ദേഹത്തിന് ആസ്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചിലർ അതിലും കൂടുതലുണ്ടെന്ന് പറയും. 9,000-ഉം 10,000-ഉം കോടി ആസ്തിയുള്ള മനുഷ്യന്റെ മനസ്സിനെ പോലും മരവിപ്പിക്കാനുള്ള, ശൂന്യത തോന്നിക്കാനുള്ള, കണ്ണിൽ ഇരുട്ട് കയറുമെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പെരുമാറിയില്ലെങ്കിൽ ഇദ്ദേഹം സ്വയം ഇല്ലാതാകേണ്ട ആവശ്യമില്ലല്ലോ. ചില ആൾക്കാരൊക്കെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ED അടക്കമുള്ളവരെ കുറ്റം പറയരുതെന്ന് പറയുന്നുണ്ട്. ഓർക്കുക, ഇതൊരു BJP, കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ്, ആപ്പ് രാഷ്ട്രീയ പ്രശ്നമല്ല. സംവിധാനം ഏതാണെങ്കിലും അവർ ഇവരെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇൻകം ടാക്സിനും EDയിലും അടക്കം പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുണ്ട്, ഇല്ലെന്ന് ആർക്കും അഭിപ്രായം. ഏറ്റവും ഗംഭീരമായി നന്നായി പഠിച്ച് ഉന്നത റാങ്കുകളൊക്കെ നേടിയാണ് ഇതിൽ ഉദ്യോഗസ്ഥരാകുന്നത്. പക്ഷേ പലപ്പോഴും ബിസിനസ്സുകാരെ പിഴിയാനും കാശുണ്ടാക്കാനുള്ള മെക്കാനിസം കൂടി ഇതായി മാറുക. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നമ്മുടെ കേരള ഇലക്ഷൻ വരികയാണ്, 2026 മെയ്യിലായിരിക്കും. ഓരോ പാർട്ടിക്കും, അതായത് കോൺഗ്രസിനും BJPക്കും CPMനും ഏറ്റവും കുറഞ്ഞത് 250 കോടി രൂപ, ചില 500 കോടി എന്ന് പറയുന്നു, എനിക്കറിയില്ല, 250 കോടി രൂപയെങ്കിലും ഈ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ മിനിമം വേണ്ടി വരും. ഇതാണ് ലൂസിഫറിൽ പൃഥ്വിരാജ് 700 കോടി രൂപ കേരളത്തിലേക്ക് അബ്രഹാം ഖുറേഷി എന്താ പറയുന്നത്, ഇതിന്റെ നെറ്റ്വർക്കിന്റെയും മറ്റേ വിവേക് ഓബ്രോയ് കൊണ്ടുവരുന്ന കാര്യമായിട്ടൊക്കെ പറയുന്നത്. അതിനെയാണ് ഈ അബ്രഹാം ഖുറേഷി നെറ്റ്വർക്ക് തകർക്കുന്നത്. 700 കോടി എന്ന് കാണിക്കും. 700 കോടി കുറച്ച് ഹൈ ആണ്. പക്ഷെ 250, 300 അല്ലെങ്കിൽ 400 കോടി രൂപയെങ്കിലും ഒരു പാർട്ടിക്ക് ചിലവാകും. ഈ കാശ് എവിടെ നിന്നുണ്ടാകുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ഈ കാശ് ആര് കൊടുക്കുന്നു? വീട്ടിൽ നിന്ന് എടുക്കുകയാണോ രാഷ്ട്രീയക്കാർ? അല്ലെങ്കിൽ ബക്കറ്റ് ഊരി നടത്തി എടുക്കുകയാണെന്നാണോ പറയുന്നത്? ഇതേപോലുള്ള ബിസിനസ് വ്യവസായികളെ അല്ലെങ്കിൽ സംരംഭകരെ പിഴിഞ്ഞുണ്ടാക്കുന്നതാണ്. ഇവര് കാശ് കൊടുക്കുന്നത് എന്തിനാണ്? നാളെ ഏതെങ്കിലും ഫേവർ തിരിച്ചു കിട്ടാനും, ഏതെങ്കിലും ഏജൻസികൾ ഇവരെ വേട്ടയാടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ എങ്ങനെ കാശുണ്ടാക്കുന്നു നമ്മൾ വിചാരിക്കുന്നത്? അത് ഇന്ന് അംബാനിയും അദാനിയും മാത്രമല്ല, പണ്ട് ടാറ്റയും ബിർളയും അടക്കം ഈ സമ്പന്നരായ വിഭാഗത്തിൽ നിന്ന് സംഭാവന മേടിച്ചോ അല്ലെങ്കിൽ സംഭാവന എന്ന പേരിൽ പിടിച്ചു പറിച്ചോ ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും മറ്റും നിലനിൽക്കുന്നത്. അത് നമ്മുടെ ഒരു സിസ്റ്റമിക് പ്രോബ്ലമാണ്. ഇത് A പാർട്ടി, B പാർട്ടി, C പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഘടനാപരമായ ഒരു ചേഞ്ചാണ് നമുക്ക് വേണ്ടത്. അതായത് പബ്ലിക് ഫണ്ടിങ് ഫോർ ഇലക്ഷൻ പോലുള്ള കാര്യം മറ്റൊരു വിഷയമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും EDയും ഒക്കെ പലരെ വേട്ടയാടുന്നതും, അങ്ങനെ ED അടക്കമുള്ളവർ പലരും വേട്ടയാടിയതിനു ശേഷം പാർട്ടി മാറിക്കഴിഞ്ഞാൽ അവരുടെ കേസുകൾ ഇല്ലാതാവുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. EDയുടെ ഉദ്യോഗസ്ഥർ ചെല്ലും, 2 ആഴ്ചയ്ക്കോ 3 ആഴ്ചയ്ക്കുള്ളിൽ കോടിക്കണക്കിന് രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കും, അവർ കേസിൽ നിന്ന് മുക്തരാകും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങളുടെ എക്സ്റ്റെൻഡ് ആണ്. ഇത് ഏത് പാർട്ടി വന്നാലും കേട്ടോ, ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, ഏത് പാർട്ടി വന്നാലും ഇതാണ് ഗതി. ഇത് മാറേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിന് കോടതികൾ ഇടപെടണം, പൊതുജനങ്ങളുടെ ഇടയിൽ അവയർനെസ് വേണം, ബിസിനസ്സുകാർ കുറെ കൂടെ എങ്ങനെ താന്നു കൊടുക്കില്ല എന്ന് തീരുമാനിക്കണം, രാഷ്ട്രീയക്കാർ കുറെ കൂടെ സത്യസന്ധരാകണം. അതൊരു കോംപ്ലക്സ് വിഷയമാണ്. പക്ഷെ റോയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഏറ്റവും, അതായത് റോൾസ് റോയ്സ് അടക്കം വലിയൊരു വാഹന ശേഖരമടക്കമുള്ള ഈ വ്യക്തി, ഇദ്ദേഹത്തിന്റെ ജീവിതം നൽകുന്ന പാഠം നമ്മൾ നിന്ന് പോരാടണമെന്നുള്ളതാണ്. സമ്പത്തല്ല, എത്ര കാശുണ്ടായിട്ടും കാര്യമില്ല. ആ ഒരു നിമിഷത്തെ മനസ്സിന്റെ ദൗർബല്യമാണ് നമ്മളെ ഇത്തരം എക്സ്ട്രീം സ്റ്റെപ്സിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ നേരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ്. നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരുപാട് പേർ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം ലഭിച്ചിട്ടില്ല. പക്ഷേ എനിക്കത് കണ്ടിട്ട് എനിക്കത് ഭയങ്കര വിഷമം തോന്നി. ചെയർമാൻ CJ റോയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച നിരവധി പേർ മന്നാർഘട്ടയിലെ റിസോർട്ടിൽ പൊതുദർശനം തുടരുകയാണ്. 1 മണി വരെയാണ് പൊതുദർശനം. എന്താണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ? വിശാഖ പൊതുദർശനം തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. അവസാന യാത്ര ആളുകൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ 3/4 മണിക്കൂർ മുമ്പാണ് മഠത്തിന്റെ റിസോർട്ടിൽ ഈ റിസോർട്ടിൽ സംവിധാനങ്ങൾ ആ അമ്മയ്ക്കും വൈഫിനും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാകുന്നൊരു വേദനയും മറ്റും ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഈ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇദ്ദേഹത്തിന് കടമൊന്നുമില്ല, വളരെ വെൽ ഓഫ് ആണ്. എന്ത് ചെയ്യാനാണെന്നുള്ളതാണ്. ഇപ്പം മിഥുൻ, എന്റെയും കൂടെ അടുത്ത സുഹൃത്താണ് മിഥുൻ. ഇതിനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ദുബായിലെ ഏറ്റവും പ്രസിദ്ധനായ ആങ്കേഴ്സിൽ ഒരാളാണ്. ഇതിനൊക്കെ അദ്ദേഹത്തോട് വളരെ ആത്മബന്ധം ഉണ്ടായിരുന്ന ആളാണ്. എന്ത് ചെയ്യാനാണെന്നുള്ളതാണ്. അവിടെയാണ് ഇത് ചെയ്ത ഉദ്യോഗസ്ഥർ, ഹരാസ് ചെയ്ത ഉദ്യോഗസ്ഥർ ഏറ്റവും മിനിമം ശിക്ഷിക്കപ്പെടുകയെങ്കിലും വേണം. സംശയമൊന്നുമില്ലാത്ത കാര്യം. ഞാൻ ഫ്ലവേഴ്സ് ന്യൂസ് 24 നമ്മുടെ SKN സാറിന്റെ കൂടെ, ശ്രീധരൻ നായർ സാറിന്റെ കൂടെ ഈ വിഷയത്തിൽ ഇരിക്കുകയും മറ്റും ഉണ്ടായി.
എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യങ്ങൾ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പറയപ്പെടുന്നത് അദ്ദേഹം സ്വയം പോയതിനു ശേഷം ഈ റിവോൾവർ എടുത്ത് സ്വന്തം നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ സമയത്ത് കൗൺസിൽ ഓഫീസിൽ പക്ഷേ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. ഈ കെട്ടിടത്തിൽ പക്ഷേ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അപ്പോഴും പരിശോധന തുടർന്നിരുന്നു. കുടുംബത്തിന്റെ ആരോപണം 3:15 അതിനുശേഷവും 1 മണിക്കൂറോളം റെയ്ഡ് തുടർന്നു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല എൻ്റെ ഡീറ്റെയിൽസ്. പക്ഷേ ആരെങ്കിലും ഇതിൽ ശിക്ഷിക്കപ്പെടുമെന്ന് സംശയകരമാണ്. പക്ഷേ ഇനിയെങ്കിലും നമുക്ക് ഇതേപോലൊരു സ്വയം ഇല്ലാതാകൽ ഉണ്ടാകാതിരിക്കട്ടെ. ശ്രീ റോയ്ക്ക് ആദരാഞ്ജലികൾ. ഒരുപാട് മാധ്യമ സിനിമാ രംഗത്തെ പ്രോത്സാഹിപ്പിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ. കുടുംബത്തിനോടൊപ്പം വേദന പങ്കിടുന്നു. ഇനിയും ഇങ്ങനെ സിസ്റ്റം ആൾക്കാരെ കൊല്ലാതിരിക്കും.